ഹലോ, ഞാൻ അമ്മു ആണേ. ഞങ്ങളുടെ ക്രിസ്മസ് വെക്കേഷൻ കഴിഞ്ഞുള്ള ഒരു യാത്രയാണ് ഇത്. ഞങ്ങളുടെ നാട്ടിലെ പുറവേൽ പള്ളിയുടെ പുളിക്കൂടാണ് ഇത്. കണ്ടില്ലേ, ഇവിടുത്തെ ചേട്ടന്മാർ എത്ര രസമായിട്ടാ പുളിക്കൂട് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് ആലക്കോടിലെ വലിയൊരു പള്ളിയാണ്. വെക്കേഷൻ കഴിഞ്ഞ് ഞങ്ങൾ രാവിലെ തന്നെ എറണാകുളത്തേക്ക് പുറപ്പെട്ടു. രാവിലെ ആയിക്കൊണ്ട് റോഡിൽ തിരക്കൊന്നും ഇല്ല കേട്ടോ. ഉദിച്ചു വരുന്ന സൂര്യനെ കണ്ടുള്ള ഈ യാത്ര ഒരു സുഖമുണ്ട് കേട്ടോ. അച്ചു ആണെങ്കിൽ മുൻസീറ്റിൽ ഇരുന്നിട്ട് ചാച്ചയോട് സൊറ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൂസനും കുഞ്ഞാറ്റിയും വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ തൊട്ടുള്ള ഉറക്കമാണേ. കോഴിക്കോട് എത്താറേ ആയിട്ടുള്ളൂ. എല്ലാവർക്കും നന്നായിട്ട് വിശക്കുന്നുണ്ട്. ഇത് ഞങ്ങൾ സ്ഥിരമായിട്ട് കയറാറുള്ള കൊയിലാണ്ടിയിലെ ഒരു റെസ്റ്റോറന്റ് ആണ്. ഇതിന്റെ അകം ട്രെയിനിന്റെ അകം പോലെയാണ്. റെസ്റ്റോറന്റ് എത്തിയതും എല്ലാവരും ഉറക്കത്തിൽ എണീറ്റു. കൈ കഴുകി വന്നിരുന്ന ഞങ്ങൾക്ക് ചൂടുവെള്ളവും ചൂട് പൊറോട്ടയും ചൂട് അപ്പവും കൊണ്ടുവന്നു. ഇത് കണ്ടില്ലേ, ചട്ടിയിൽ കടന്ന് നന്നായിട്ട് തിളയ്ക്കുന്ന ചിക്കൻ കറി. ബ്രേക്ക്ഫാസ്റ്റിനൊപ്പം ഞങ്ങൾ പൊടി ചായ കൂടി കുടിച്ചു കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും പുറപ്പെട്ടു. ഇത് ഞങ്ങൾ കുറ്റിപ്പുറത്ത് സ്ഥിരമായി നിർത്തുന്ന സ്ഥലമാണ്. ഈ ഉപ്പിലിട്ടതൊക്കെ ഞങ്ങൾക്ക് വലിയ ഇഷ്ടമാണ്. എന്ന് വെച്ചാൽ ആരും സ്ഥിരമായി കഴിക്കരുത് കേട്ടോ. അവിടുന്ന് ചാച്ചിക്ക് അച്ചുക്കും സംഭാര സോഡയും ഞങ്ങൾക്ക് കരിമ്പൻ ജ്യൂസും മേടിച്ചു. എല്ലാവരും ദാഹം മാറ്റിയപ്പോൾ ഉപ്പിലിട്ടത് വേണമെന്നായി. ഉപ്പിലിട്ട മാങ്ങയും നെല്ലിക്കയും ക്യാരറ്റും അവിടെ നിന്ന് മേടിച്ചു. ഇത് വല്ലപ്പോഴൊക്കെ ഞങ്ങൾ ടേസ്റ്റ് ചെയ്യാറുള്ളൂ. മടുപ്പ് മാറ്റിയപ്പോൾ ഞങ്ങൾ വീണ്ടും യാത്ര തുടങ്ങി. ഉച്ചയായി റോട്ടിൽ നല്ല തിരക്കുമായി തൃശ്ശൂർ എത്തി. നെസ്റ്റോ കണ്ടപ്പോൾ അമ്മയ്ക്ക് അവിടെ കയറണമെന്ന്. ക്രിസ്മസ് ഫ്രണ്ടിന് വേണ്ടി സമ്മാനങ്ങൾ മേടിക്കുന്നതാണ് ഉദ്ദേശം. നിരത്തി വെച്ച ഫുഡ് ഐറ്റംസ് കണ്ടപ്പോൾ ലഞ്ച് അവിടുന്ന് തന്നെ ആകാമെന്ന്. അവിടുന്ന് കുറച്ച് ഫുഡ് മേടിച്ച് ഞങ്ങൾ മേളിത്തെ ഫുഡ് കോർട്ടിലേക്ക് പോയി. അവിടെ ഇരിക്കുമ്പോൾ പുറത്തെ കാഴ്ച അടിപൊളിയായിരുന്നു. പിന്നെ ക്രിസ്മസ് ഫ്രണ്ടിന് വേണ്ടിയുള്ള സമ്മാനങ്ങളൊക്കെ അവിടെ നിന്ന് മേടിച്ചു. അമ്മയ്ക്കപ്പോൾ വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ അവിടെ നിന്ന് തന്നെ മേടിക്കണം എന്നായി. കുഞ്ഞാറ്റ അപ്പോഴേ ട്രോളിൽ ഇരിപ്പായി. നിറയെ അറബിക് സ്വീറ്റും പഴങ്ങളും ബേക്കറി സാധനങ്ങളും. നടന്നാലും കണ്ടു തീരത്തില്ല. കേക്കുകൾ കണ്ടാൽ അവിടുന്ന് പോരാനേ തോന്നത്തില്ല. പഴങ്ങളും പച്ചക്കറികളും അത്യാവശ്യം വേണ്ട ബേക്കറി സാധനങ്ങളും അവിടുന്ന് മേടിച്ചു. നിരത്തി വച്ചിരിക്കുന്ന കോഴിക്കോടൻ ഹലുവ കണ്ടില്ലേ. സാധനങ്ങളെല്ലാം മേടിച്ച് കാറി കയറ്റി. അപ്പോഴേക്ക് റോട്ടിൽ നല്ല തിരക്കായി. തൃശ്ശൂർ ടൗണ് കടക്കാൻ തന്നെ ബുദ്ധിമുട്ടായി. പിന്നീട് എറണാകുളം വരെയുള്ള യാത്ര ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കണ്ടില്ലേ, നീണ്ടു കിടക്കുന്ന വണ്ടികളുടെ നിര. ചാച്ച വണ്ടി ഓടിച്ചോടിച്ചും മടുത്തു തുടങ്ങി. എറണാകുളം ജില്ല എത്തിയപ്പോഴേക്ക് രാത്രിയായി. കാണാം. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ.